സുഭാഷ് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയിൽ ജനിച്ച ഒരു യുവാവ് അവിടെ തന്റെ പഠനം തുടരുകയും ചെയ്തു. അവൻ അവിടെ പഠിച്ചു, വായിച്ചു, ചിന്തിച്ചു. പക്ഷേ ഇന്ത്യ അവന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മാറിയില്ല. അവൻ ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോഴായിരുന്നു ഇന്ത്യയിൽ ഒരു സംഭവം നടന്നത്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ വൈശാഖി. ആയിരക്കണക്കിന് ആളുകൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. അതുപോലെ തന്നെ 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നതിന് ഇന്ത്യക്ക് സമ്മാനമായി കിട്ടിയിരുന്ന റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കാനും നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് മുന്നിലേക്ക് ഒരു ബ്രിട്ടീഷ് സൈനിക സംഘം വന്നു. അതിനുശേഷം വെടിയുണ്ടകൾ ജനക്കൂട്ടത്തിലേക്ക് തുടർച്ചയായി പാഞ്ഞു. ആർക്കും ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാം ചുറ്റും മതിലുകൾ. വെടിയുണ്ടകൾക്ക് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം നിശ്ചലമായി. അന്ന് ആ ദിവസം ഇന്ത്യയുടെ മനസ്സിൽ വലിയൊരു മുറിവ് പതിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള അനേകം ഇന്ത്യക്കാരുടെ അവശേഷിച്ചിരുന്ന വിശ്വാസത്തെയും ആ സംഭവം തകർത്തു. രക്തക്കറകൾ മാത്രം ഒഴുകിയ ജാലിയൻ വാലാബാഗ് എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു വിഷമമായി തന്നെയാണ് മാറിയത്. ആ സമയത്ത് വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന സുഭാഷും ഈ സംഭവത്തെക്കുറിച്ച് വാർത്തകളിൽ നിന്നറിഞ്ഞു. ഇതോടുകൂടി ഇന്ത്യ എന്നത് അവന്റെ മുന്നിൽ വെറുമൊരു രാജ്യം എന്നതിലുപരി അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി മാറുകയായിരുന്നു. ഇതിനിടയിലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ മത്സരാധിഷ്ഠിതമായ സർക്കാർ സേവനങ്ങളിൽ കയറാൻ വേണ്ടി ഒരു ഇന്ത്യൻ യുവാവ് പരീക്ഷ വിജയിക്കുകയായിരുന്നു. അവൻ പരീക്ഷ എഴുതി, അവൻ വിജയിച്ചു, അതും മികച്ച റാങ്കോടെ 4ാം സ്ഥാനം. അവന്റെ വിജയത്തെ പറ്റിയും റാങ്കിനെ പറ്റിയും ഇംഗ്ലണ്ടിൽ നിന്നും ഒഡീഷയിൽ അവന്റെ അച്ഛന് ഒരു കത്ത് വന്നു. ആ വിജയം ആ കുടുംബത്തിന് ഒരു സന്തോഷ വാർത്തയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു പിതാവ് തന്റെ മകൻ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാകാൻ പോകുന്നു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. വർഷങ്ങളായിട്ടുള്ള അവന്റെ വിദ്യാഭ്യാസവും പരിശ്രമങ്ങളും എല്ലാം ഫലം കണ്ടു എന്ന് ആ പിതാവ് സന്തോഷിച്ചു. പക്ഷേ ആ വിജയത്തിന്റെ നിമിഷത്തിൽ സുഭാഷിന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം ഉയരുകയായിരുന്നു. ഞാൻ ആരെയാണ് സേവിക്കാൻ പോകുന്നത്? ഒരു വശത്ത് അവന്റെ മുന്നിൽ വളരെ സുരക്ഷിതമായ ഒരു കരിയർ, മറ്റൊരു വശത്ത് അവന്റെ രാജ്യം. അവന്റെ മനസ്സിൽ ഇരുവരും തമ്മിൽ ഒരു വലിയ സംഘർഷം തുടങ്ങി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനായി അവൻ ഇന്ത്യക്കാരെ ഭരിക്കുമോ, അതോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവിതം സമർപ്പിക്കുമോ? ഇത് വെറുമൊരു ജോലി തിരഞ്ഞെടുക്കാനുള്ള സുഭാഷിന്റെ ചോദ്യം മാത്രമായിരുന്നില്ല. ഇത് സുഭാഷിന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള തീരുമാനങ്ങളായിരുന്നു. നീണ്ടകാലത്തെ ചിന്തകൾക്കും കൂട്ടിയും കിഴിക്കലുകൾക്കും ശേഷം 1921 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുന്നു. ഒരു യുവാവിന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഉദ്യോഗസ്ഥ ജീവിതം കൈവിടാൻ ഇത് ചെറിയ തീരുമാനമായിരുന്നില്ല. അവന്റെ കുടുംബത്തിന് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല. ഈ തീരുമാനം എടുക്കുന്ന സമയത്തെല്ലാം അവന്റെ പിതാവിന്റെ മുഖവും അഭിമാനവും പിന്നെ പല ആശങ്കകളും അവന്റെ മുഖത്തിലൂടെ മിന്നിമാഞ്ഞിരുന്നു. പക്ഷേ സുഭാഷ് തന്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. എന്റെ ജീവിതം എന്റെ രാജ്യത്തിന് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അതിന് എന്താണ് അർത്ഥം? 1921 സുഭാഷ് ഇന്ത്യയിലേക്ക് മടങ്ങി. പക്ഷേ ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല, പുതിയൊരു ലക്ഷ്യവുമായി. ഒരു യുവ ദേശീയവാദി. ഇംഗ്ലണ്ടിൽ നിന്നും കൽക്കട്ട തുറമുഖത്തേക്ക് എത്തിയ അവനെ കാത്തിരുന്നത് ഒരു നഗരം മാത്രമല്ല, പുതിയൊരു ജീവിതം കൂടിയായിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ സുഭാഷിന് അടുത്തതായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളുമായി കണ്ടുമുട്ടേണ്ടി വന്നു. മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ അഹിംസയും ജനകീയ പ്രസ്ഥാനങ്ങളും ഇതിനകം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. ആ സമയത്താണ് സുഭാഷ് ഗാന്ധിജിയെ കാണുന്നത്. അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, സ്വാതന്ത്ര്യം. പക്ഷെ അത് നേടാനുള്ള വഴി രണ്ടുപേരും ഒരേപോലെ കണ്ടിരുന്നില്ല. സുഭാഷിന് സ്വാതന്ത്ര്യത്തിൽ കൂടുതലായിട്ടുള്ള വേഗത വേണമായിരുന്നു, കൂടുതൽ ശക്തമായ സംഘടിതമായ പോരാട്ടം വേണമായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധിക്ക് അങ്ങനെയായിരുന്നില്ല. ആ സമയത്താണ് സുഭാഷിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മനുഷ്യനെ അവൻ കൽക്കട്ട നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. കൽക്കട്ടയിലെ തിരക്കേറിയ തെരുവുകൾ, അതിൽ ഒരു പഴയ കെട്ടിടം, അതിനുള്ളിലായി ഒരു രാഷ്ട്രീയ നേതാവ്, ജനങ്ങളെല്ലാം ദേശബന്ധു എന്ന് വിളിക്കുന്ന ചിത്തരഞ്ജൻ ദാസ്. കൽക്കട്ടയിലെ ഏറ്റവും ശക്തനായ ദേശീയവാദി നേതാവ് സുഭാഷ് അദ്ദേഹത്തെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ സുഭാഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. ഗാന്ധിജി സുഭാഷിനെ വലിയ ജനകീയ പ്രസ്ഥാനവുമായി പരിചയപ്പെടുത്തിയപ്പോൾ ചിത്തരഞ്ജൻ ദാസ് സുഭാഷിന് പ്രവർത്തിക്കാനുള്ള ഒരു വേദിയാണ് നൽകിയത്. അതായത് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അത് അവിടെ നിന്നും വളരെയധികം വളർന്നു. പതുക്കെ പതുക്കെ സുഭാഷിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തുടങ്ങി. അവൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയല്ല, അവൻ പുസ്തകം വായിച്ചു മാത്രം ഇരിക്കുന്നവനല്ല, അവൻ പ്രവർത്തിക്കുന്ന ഒരാളിലേക്ക് വളരെ പെട്ടെന്നെത്തി. കുറച്ചുനാൾ മുമ്പ് വരെ മറ്റുള്ളവരുടെ പ്രസംഗം മാത്രം കേട്ടുനിന്ന സുഭാഷ് ഇപ്പോൾ സ്വന്തം ശബ്ദം കണ്ടെത്തിയിരിക്കുന്നു. ദേശീയതയുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന നാട്ടിലുള്ള യുവാക്കളെ അവൻ സംഘടിപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അവൻ പങ്കെടുത്തു. ദേശീയ പ്രസ്ഥാനത്തിൽ കൂടുതൽ സജീവമായി മാറി. അത്രയും ചെയ്തതോടുകൂടി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ അവനു മേൽ പതിച്ചു. അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ തുടങ്ങിയാൽ അടുത്തതായി വരുന്നതാണ് ജയിൽ. സുഭാഷിനും അതിൽ നിന്നും ഒട്ടും ഒഴിവാകാനായില്ല. ബ്രിട്ടീഷ് സർക്കാർ അവനെ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നും സുഭാഷ് തന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിനായി നൽകാൻ തുടങ്ങി.
അതേ സമയത്തും ജയിലെന്ന വലിയ വിഷമം അവന്റെ മനസ്സിനെ ഒരിക്കലും തകർത്തില്ല. സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ വേണ്ടി അവന്റെ മനസ്സിനെ കൂടുതൽ ശക്തി ആർജിച്ച് നൽകുകയാണ് ചെയ്തത്. ഒരിക്കൽ അവൻ ഇംഗ്ലണ്ടിൽ വളരെ സുരക്ഷിതമായ ഒരു ജീവിതം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവൻ ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ. പക്ഷെ അവന്റെ മുന്നിൽ ഇനി വലിയൊരു യാത്രയുണ്ടായിരുന്നു. കാരണം ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഉദ്യോഗാർത്ഥിയിൽ നിന്നും സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നും ഇപ്പോൾ സുഭാഷ് നേതാവായി ജനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1921 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ സുഭാഷ് അറസ്റ്റ് ചെയ്തപ്പോഴും അവൻ ദൂരേക്ക് നോക്കിയത് ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ചിത്തരഞ്ജൻ ദാസിനെയായിരുന്നു. ചിത്തരഞ്ജൻ ദാസ് കണ്ണുകൾ കൊണ്ട് സുഭാഷിന് ആത്മവിശ്വാസം നൽകി. സുഭാഷിന് ചിത്തരഞ്ജൻ ദാസ് വെറുമൊരു നേതാവിനേക്കാൾ ഉപരി ഒരു പിതൃതുല്യനായ വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ ജയിലറയ്ക്കുള്ളിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് അവൻ കാലങ്ങൾ തള്ളി നിൽക്കിയത്. കുറച്ചു നാളുകൾക്കകം ജയിലിൽ നിന്നും സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി. വർഷം 1924. സുഭാഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു അവസരം വരികയാണ്. കൽക്കട്ട കോർപ്പറേഷൻ നഗരത്തിന്റെ ഭരണത്തിൽ പുതിയ ഘട്ടം. ചിത്തരഞ്ജൻ ദാസ് അന്ന് കൽക്കട്ടയുടെ മേയറായി മാറി. സുഭാഷ് ചിത്തരഞ്ജൻ ദാസിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി. ഇത് സാധാരണ ഒരു ഭരണ പദവി മാത്രമായിരുന്നില്ല. സുഭാഷിന് രാഷ്ട്രീയം എന്നത് വെറും പ്രസംഗങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമല്ലെന്ന് തെളിയിക്കാനുള്ള അവസരമായിരുന്നു. ഒരു നഗരം സാധാരണ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, വൃത്തിയാക്കലും ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലും പൊതുസേവനവും ഇവയെല്ലാം ദേശീയതയുടെ ഭാഗമാണെന്ന് അവൻ കാണിക്കുകയായിരുന്നു. സുഭാഷിന്റെ മനസ്സിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിന് വലിയൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നത് ആദ്യപടി മാത്രമാണ്. അതിനുശേഷം രാജ്യത്തെ പുനർനിർമ്മിക്കണം. വിശക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം വേണം, അക്ഷരമറിയാത്തവർക്ക് വിദ്യാഭ്യാസം വേണം, രോഗികൾക്ക് ആരോഗ്യ സംരക്ഷണം വേണം, തൊഴിലാളികൾക്ക് മാന്യമായ ജീവിതം വേണം. ഇന്ത്യ ശക്തവും ആധുനികവുമായ ഒരു രാഷ്ട്രമാകണം. ഓരോ ദിവസം കഴിയും തോറും അവന്റെ ചിന്ത വളരെയധികം വിപുലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതേ സമയത്ത് തന്നെ ഒരു യുവാവ് വളരെ വേഗത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ പ്രസംഗങ്ങളും അവന്റെ സംഘടനാപരമായ കഴിവുകളും അവന്റെ യുവജന ബന്ധങ്ങളും അവന്റെ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെക്കുറിച്ച് അന്വേഷിക്കാനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവിട്ടു. ആ അന്വേഷണത്തിനൊടുവിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഒരു ഫയൽ ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചു. അതിനെ തുടർന്ന് 1924 ഒരു ദിവസം വീടിന് മുന്നിൽ വലിയൊരു ശബ്ദം കേട്ട് സുഭാഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനു മുന്നിൽ സുഭാഷിനെ കാത്തു നിൽക്കുന്നത് ബ്രിട്ടീഷ് പോലീസ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സുഭാഷിന്റെ കൈകളിലേക്ക് അവർ വിലങ്ങ് വെച്ചു. അവൻ ചെയ്തിരുന്ന കുറ്റം അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ. അവന്റെ കൈകളിലും കാലുകളിലും ചങ്ങല അണിയിച്ച് ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ജയിലിലേക്ക് അയച്ചു. മണ്ടാലെ, ബർമയിലെ മണ്ടാലെ. ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരെയുള്ള ചൂടും ഈർപ്പവും നിറഞ്ഞ ഒരു ജയിൽ. ഇവിടെ സുഭാഷ് വളരെയധികം ഏകാന്തമായ തടവിനാണ് വിധിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും അവനെ അകറ്റണം, അവന്റെ കുടുംബത്തിൽ നിന്നും അവനെ അകറ്റണം, അവന്റെ സുഹൃത്തുക്കളിൽ നിന്നും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും സുഭാഷിനെ അകറ്റണം. പക്ഷേ ബ്രിട്ടീഷുകാർ ആ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഒരു പക്ഷേ ഒരു മനുഷ്യനെ ലോകത്തിൽ നിന്ന് അകറ്റുമ്പോഴാണ് അവൻ സ്വന്തം ഉള്ളിലേക്ക് ഏറ്റവും അടുത്തെത്തുന്നത്. ജയിലിനുള്ളിൽ ഏകാന്ത തടവറയിലും അവൻ വായിച്ചു ചരിത്രവും രാഷ്ട്രീയവും തത്വചിന്തയും ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും. ഓരോ ദിവസവും അവൻ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. ഒരു ചോദ്യം മാത്രം അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാർ പോയാൽ അടുത്ത ദിവസം ഇന്ത്യ എങ്ങനെയായിരിക്കണം? മണ്ടാല ജയിലിലെ കാലാവസ്ഥയും ജയിൽ സാഹചര്യങ്ങളും അവന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ആ ജയിലിൽ വെച്ച് രോഗബാധിതനായി മാറി. അവന്റെ ശരീരം വളരെയധികം ദുർബലമായി. പക്ഷേ അതേ സമയത്തും അവന്റെ മനസ്സ് കൂടുതൽ ശക്തമായി കൊണ്ടേയിരുന്നു.